നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. ബംഗ്ലാദേശ് കലാപക്കേസിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന കുറ്റക്കാരി. മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യം ചെയ്തു എന്ന് കോടതി. വിദ്യാർത്ഥികൾക്കെതിരായ വെടിവെപ്പിനെ കുറിച്ച് ഹസീനയ്ക്ക് അറിയാമായിരുന്നു. പ്രതിഷേധക്കാർക്ക് നേരെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചു. ധാക്കയിലെ പ്രത്യേക ട്രിബ്യൂണലിലാണ് ഇന്ന് വിധി പറഞ്ഞത്. SIR-നെതിരെ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ. കേരളത്തിലെ SIR നടപടികൾ അടിയന്തരമായി നിർത്തിവെക്കണമെന്ന ആവശ്യം. PK കുഞ്ഞാലിക്കുട്ടിയാണ് ഹർജി നൽകിയത്. ജീവനക്കാർക്ക് സമ്മർദ്ദം താങ്ങാൻ ആകുന്നില്ലെന്ന് ലീഗ് വ്യക്തമാക്കി. BLO അനീഷിന്റെ ആത്മഹത്യ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ ലീഗ് ചൂണ്ടിക്കാട്ടി. BLOയുടെ ആത്മഹത്യ ഗൗരവമുള്ള വിഷയമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അനീഷ് ജോർജിന്റെ ആത്മഹത്യയിൽ CPIM-ന് പങ്കുണ്ട്. CPIM പ്രവർത്തകരുടെ പങ്കുണ്ടെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വെളിപ്പെടുന്നത്. അതിനാൽ ഗൗരവമായ അന്വേഷണം നടക്കണമെന്ന് VD സതീശൻ ആവശ്യപ്പെട്ടു. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി ജ്യോതി ബാബുവിന് ജാമ്യം നൽകാനാകില്ലെന്ന് സുപ്രീം കോടതി. വിചാരണ കോടതി രേഖകൾ സുപ്രീം കോടതി വിളിച്ചു വരുത്തി. സീൽ വെച്ച കവറിൽ സമർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചു. ഇടക്കാല ജാമ്യം അനുവദിക്കണം എന്ന പ്രതിയുടെ ആവശ്യം പരിഗണിച്ചില്ല. കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ. നന്ദി.